ഒന്ന് ഗ്ലോബലായിട്ട് നോക്കുകയാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പൊതുവെ കാണാൻ കഴിയുന്നത് ഒരു പല ക്ലാസ്സുകളുണ്ട്. അപ്പർ ക്ലാസ്സിലുള്ള കൺട്രീസിൽ നമുക്കൊരു നല്ല ക്ലീൻ സിറ്റികൾ, ജനങ്ങൾ കൃത്യമായി കൊണ്ടുവരും, വേസ്റ്റിനെ പ്രോപ്പറായി എന്താ പറയുക അതിനെ സോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന വേസ്റ്റ് ബിൻസുകൾ നിക്ഷേപിക്കുക, അവിടെ നിന്നൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കളക്ഷൻ നടന്നു പോവുക. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പ് പലപ്പോഴും ഡംപ് ചെയ്യുന്നുണ്ട്. കുറേ അവിടെയും കാണുന്ന സംഭവമാണ്. കുറേ ഏരിയയിൽ ഒരു റീസൈക്കിൾ ചെയ്യുന്നുണ്ട്, മോസ്റ്റ് ഓഫ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെയും ലാൻഡ് ഫില്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ ഇടങ്ങളിൽ വേസ്റ്റ് എനർജി പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് പൊതുവെ നമ്മൾ കാണുന്ന ഒരു വികസിത രാജ്യം ടയർ 1 സിറ്റി കൺട്രീസിലുള്ള വരുന്ന സിസ്റ്റം. സെക്കൻഡ് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രോയിങ് സിറ്റീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇവിടങ്ങളിലും പല ഏരിയ വൈസ് ചില രാജ്യങ്ങളിൽ ചില ഭാഗങ്ങളിൽ നല്ല ഭംഗിയായിട്ട് നിന്നുണ്ട് ഈ സിസ്റ്റം നടന്നു പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നുണ്ട് മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് നടക്കുന്നത് കളക്ഷൻ നടക്കുന്നുണ്ടാവും. സിറ്റി ഏരിയകളിൽ നിന്ന് വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം കുറേ ഡംപിങ് യാർഡുകളിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യാണ്. സെഗ്രിഗേഷൻ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് ആളുകളുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ജസ്റ്റ് വേറൊരു കാര്യത്തിലൊരു പ്രോപ്പർ വേ ഓഫ് വേസ്റ്റ് ഡംപിങ് ഇല്ല, അല്ലെങ്കിൽ ലിറ്ററിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. വലിച്ചെറിയുക തന്നെ, പക്ഷേ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ടൈംലി കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡംപിങ് യാർഡ് കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് ക്ലാസ് കൺട്രീസ് അല്ലെങ്കിൽ നമുക്കറിയാം വികസിത രാജ്യമായിട്ടുള്ള അവിടങ്ങളിലൊക്കെ നമുക്കറിയാമെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ഷൻ ഇല്ല, ഡംപിങ് ഒരു വളരെയധികം അൺറൂളൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ഷൻ ലിറ്ററിങ് കറക്റ്റ് നടക്കുന്നില്ല. പിന്നെ അവിടെയും ഡംപിങ് യാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 രീതികളിലാണ് പൊതുവെ എന്ത് ചെയ്യും ലോകത്തൊട്ടാകുകയും വേസ്റ്റ് കളക്ഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇനി അടുത്ത പ്രശ്നം പോവുകയാണെങ്കിൽ ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കകത്ത് പല സിസ്റ്റം, നേരത്തെ പറയും ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇന്ത്യക്കകത്ത് പല കൈൻഡ് ഓഫ് എന്തുണ്ട് വേസ്റ്റ് കളക്ഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഏരിയകളിൽ നടക്കുന്നത് പബ്ലിക് ഡംപിങ് തന്നെയാണ്. ഒരു അവികസിത രാജ്യങ്ങളുടേതായ രീതിയിലുള്ള സിസ്റ്റമാണ് ഇന്ത്യയുടെ ഒട്ടുമുക്ക ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ സിറ്റി ഏരിയകളിൽ നല്ല ഒരു സിറ്റികളിൽ നിന്നുണ്ട് വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, കോമൺ ഡംപിങ് ഏരിയകളിൽ വന്നു വീഴുന്ന വേസ്റ്റുകൾ ഒരു പ്രത്യേക ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ട് നിന്നുണ്ട് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഡംപിങ് കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ലാൻഡ് ഫില്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് സയൻറ്റിഫിക് ലാൻഡ് ഫില്ലിംഗ് അല്ല, എൻ്റയർലി അൺസയൻറ്റിഫിക് ലാൻഡ് ഫില്ലിംഗ് ആണ്. നമുക്കിപ്പോൾ ഗാസിപ്പൂരിൽ കാണാൻ കഴിയുന്ന വലിയ ഒരു നിലകളോളം, ഒരു 10-15 നിലകളോളം വലിപ്പമുള്ള അത്രയും ഹൈറ്റിലുള്ള ഡംപിങ് യാർഡുകളാണ് ഇന്ത്യയുടെ ആക്ച്വൽ വേസ്റ്റ് മാനേജ് സിസ്റ്റം. ഇവിടെ നിന്നെല്ലാം റീസൈക്കിളായിട്ട് നേരത്തെ പറയണ്ടായിരുന്നല്ലോ പ്രോപ്പർ നടക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ അൺപ്രിവിലേജ്ഡ് ആയ ആളുകൾ ഇതിന്റെ ഭാഗമായി വർക്ക് ചെയ്യും. അവിടെയും കുറെ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ഈ പണം എന്നൊരു ഇൻകം മാത്രമേ ഇവർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇവരുടെ ആരോഗ്യം, അതുപോലെ തന്നെ മറ്റെല്ലാ ശുചിത്വ കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലാണ് നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ പോലും നമ്മൾ സയന്റിഫിക് ആണ് എന്നൊക്കെ പറയുന്ന കേരളത്തിനകത്തെ ഈ വേസ്റ്റ് കളക്ഷൻ പോലും എന്താണ് അത്ര തന്നെ ഈ സേഫ്റ്റി മെഷേഴ്സും മറ്റൊന്നും ഉപയോഗിച്ചുകൊണ്ടൊന്നുമല്ല എടുക്കുന്നത്. എനിക്കൊന്ന് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഏകദേശം ഈ ഹരിതകർമ്മസേനയൊക്കെ 33,000-ത്തിലധികം ഹരിതകർമ്മസേനകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഇവരുടെയൊക്കെ തന്നെ ഇവർ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നൊരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട്. യുവാക്കൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ്. സ്ത്രീകളാണ് ഇതിലൊരു ബഹുഭൂരിപക്ഷം ഉള്ളത്. രണ്ടാമത്തെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പല രോഗങ്ങളും ഉള്ള അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെയും മറ്റും പ്രയാസങ്ങളുള്ള ആളുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം മറ്റു ഓപ്ഷനുകളില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ ഒരു പരിസ്ഥിതി സ്നേഹത്തിൻ്റെയോ ഇതിനകത്തൊരു ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തണം എന്നൊരു ആഗ്രഹം അല്ല. തീർച്ചയായിട്ടും അതെന്താണെന്ന് വെച്ചാൽ ഒരു വോളണ്ടറിങ് എന്ന് പറയുന്ന രൂപത്തിലല്ല എന്തായാലും. അടുത്തൊരു ഓപ്ഷൻ നേരത്തെ പറഞ്ഞ കൺവെൻഷൻ ആഡ് ഓൺ ചെയ്യാനുള്ളത് പിന്നെ കേരളത്തിലെ കാര്യമാണോ. ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ ഇപ്പം നമുക്കറിയാം ചില നല്ല നല്ല മാതൃകകളുണ്ട്. ഇൻഡോർ മാതൃക, പിന്നെ സൂക്ഷ്മ മാതൃക പറയാനുണ്ട്. അതൊക്കെ നിൽക്കുമ്പോൾ പോലും കേരളത്തിൽ നിന്ന് മാതൃക എൻ്റെ വ്യത്യസ്തമാണ്. അതായത് കേരള മാതൃക മുന്നോട്ട് വെക്കുന്നത് ഒരു സഹകരണ മോഡലാണ്. ഗവൺമെൻറ് ഭാഗത്ത് ഇനീഷ്യേറ്റീവുകളുണ്ട്. പരമാവധി ആളുകളെ ഇതിലേക്ക് ഇനീഷ്യേറ്റീവ് ഭാഗമായി കൊണ്ടുവരിക എന്ന ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് ലോങ് ടൈം പ്ലാൻ വെച്ചിട്ടുള്ള ഓപ്ഷനാണ് നോക്കിയത്. പക്ഷേ ഇതിലിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 8 വർഷത്തോളമായി ഏകദേശം ഹരിതകർമ്മ സിസ്റ്റം വർക്ക് ചെയ്യുന്നു കേരളത്തിലുടനീളം. ആദ്യമൊക്കെ ഗവൺമെൻറ് ഫസ്റ്റ് വർക്ക് എന്ന് വെച്ചാൽ അതവിടെ മിസ്റ്റേക്കുകളുണ്ട്. പബ്ലിക്കായിട്ട് ഡസ്റ്റ്ബിൻസുകൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് സിസ്റ്റം സൊല്യൂഷൻ കൊടുക്കാതെ തന്നെ എന്ത് ചെയ്തു, ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു സിസ്റ്റത്തിലേക്ക് ഹരിതകർമ്മസേന ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരെന്ത് പതിയെ ഒരു എന്താ പറയുക ഒരു ഇഴഞ്ഞിഴഞ്ഞ പതിയെ സിസ്റ്റത്തിലേക്ക് പതിയെ ആൾക്ക് വന്ന് എത്തിച്ചേർന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ്. സയന്റിഫിക് ആയിട്ട് ഇവരെ നമുക്ക് പരിശീലിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ സെഗ്രിഗേഷൻ പ്രോസസ്സ് അടക്കം അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെടുന്ന സമയത്തുള്ള ഒരു പ്രൊഫഷണലിസം ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുകയും അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനകത്തേക്ക് ജോലിക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു വിഷയം കണ്ടിട്ട് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സംഭവം ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ കാണാനുണ്ട് പല ഭാഗങ്ങളിലും.
കേരളത്തിലുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഫണ്ടിനെ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, പ്രോപ്പർ എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമുള്ള രീതിയിൽ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ റിസോഴ്സിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇതിൻ്റെ റവന്യൂ കണ്ടെത്തുക, അതിലൂടെ സിസ്റ്റം സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഓപ്ഷനാണ് ചെയ്തത് ഗവൺമെൻറ് വെച്ചേക്കുക. അത് ശരിക്കും നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അത് ജനങ്ങളെ കൂടെ അതിൻ്റെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ജനങ്ങളെ കൂടെ ഇതിൻ്റെ ഭാഗമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള വീട്ടുകാരെയും അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലിനും ഇത് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു മാസത്തിൽ നമ്മളൊരു 50 രൂപയോ 100 രൂപയോ വാങ്ങുന്നു എന്നുള്ളത് എന്തിനാണ് നമ്മൾ വാങ്ങുന്നത്? ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ 2 സെക്ടറുകൾ, വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഇൻഫോർമൽ സെക്ടറുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള, അതായത് മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിൻ്റെ ഒക്കെ ഔദ്യോഗിക വർക്കേഴ്സിനും പ്ലസ് ഈ കുടുംബശ്രീയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഹരിതകർമ്മസേനയാണ്. അപ്പോൾ ഒന്നിനെ വേണമെങ്കിൽ നമുക്ക് ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനൗദ്യോഗികമായിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള എന്ത് വസ്തുക്കൾ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് നമുക്ക് പണം തരും. അവരിങ്ങോട്ട് സ്ക്രാപ്പ് ഡീലേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വാഹനം വരുന്നു, അവർ നമ്മുടെ വീട്ടിൽ നിന്ന് പണം കിട്ടും എന്ന് വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ അവരിലേക്ക് കൊടുക്കുന്നു. നിലവിൽ സംഭവിക്കുന്ന എന്താണ്, ഇവർക്ക് കൊടുത്താൽ പണം കിട്ടൂല എന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ മാത്രം മാറ്റി വെച്ചുകയും അത് കർമ്മസേനയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത് ഞാൻ വേസ്റ്റും കൊടുക്കണം പണം കൊടുക്കണം എന്നുള്ള രൂപത്തിലാണ്. ഈ സർക്കാർ ഇപ്പോൾ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എനിക്ക് തോന്നുന്നത് ഒരു അവയർനെസ്സിൻ്റെ ഒരു കൃത്യമായ, അതായത് ബോധവൽക്കരണം എന്നുള്ളതല്ല, ഒരു ശീലവൽക്കരണം ശരിക്കും ഇതിനകത്ത് നടന്നിട്ടില്ല. ജനങ്ങൾക്കിടയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു, ആ സിസ്റ്റത്തിനനുസരിച്ച് ഇപ്പം കോവിഡ് വന്ന സമയത്ത് വളരെ വേഗത്തിലൊരു ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് കംപ്ലീറ്റ് മാറിയപ്പം ലോകം മുഴുവൻ ഇതിനകത്തേക്ക് മാറുമെന്നൊക്കെ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നമുക്കും അറിയായിരുന്നു കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആവും എന്നൊക്കെ. പക്ഷേ പെട്ടെന്നുള്ളൊരു മാറ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതേ സാധനമാണ് ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റിൽ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊന്നത് ഇത് ശരിക്കും ഭയങ്കര കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. ഈ ഒരു വേസ്റ്റ് കളക്ഷൻ ആരാണിത് കളക്ട് ചെയ്യേണ്ടത്? ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള ലൈസൻസ് ഉള്ള ഈ ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്ന എന്താണ് സ്ക്രാപ്പ് ഡീലേഴ്സും മറ്റൊക്കെ വലിയ രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ മുനിസിപ്പൽ ബൗണ്ടറികളൊന്നും ബാധകമല്ലല്ലോ, ഈ പൊളിറ്റിക്കൽ ബൗണ്ടറി എന്ന് പറയുന്നത് ബാധകമല്ല. അതേ സമയത്ത് ഹരിതകർമ്മസേന എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറിക്ക് അകത്തിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. 2 വിഭാഗവും ശരിക്കും ഒരേ സാധനമാണ് ചെയ്യുന്നത്. 2 വിഭാഗം ഒരേ സാധനമാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻഫോർമൽ സെക്ടർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തുനിന്ന് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഇതിനെ പ്രോഫിറ്റാക്കി മാറ്റാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് കുറേ അശാസ്ത്രീയതകൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ആവശ്യമില്ലാതെ ഇതൊക്കെ ഇപ്പം ഇതിനകത്തുള്ള ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരങ്ങളൊന്നുമില്ല. എവിടെയാണ് കൊണ്ടുപോകുന്നത്, എങ്ങനെ കൊണ്ടുപോകുന്നത്, സാധാരണ GPS ഒക്കെ ഘടിപ്പിക്കണം എന്നൊക്കെ പറയുമെങ്കിൽ പോലും എത്രത്തോളം പ്രോപ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയത്ത് ഔദ്യോഗികമായിട്ടുള്ളൊരു വിഭാഗം ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ യൂസർ ഫീയെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇവരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതേ സാലറിയിൽ മറ്റൊരു ജോലി കിട്ടിയാൽ നിങ്ങൾ പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് വലിയൊരു വിഭാഗം ആളുകൾ അതിന് തയ്യാറാണ് എന്നുള്ളതാണ്. കാരണം ഇതിപ്പോഴും എന്തല്ല ഒരു പ്രൊഫഷണലായിട്ട് ഇതിനകത്തേക്ക് മാറിയിട്ടില്ല.